ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമാണ് ഐപാക്. പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ഐപാക്കിന്റെ മേധാവി ഇപ്പോൾ പ്രദീപ് ജെയിനാണ്. ഐപാക്കിനെതിരെയും പ്രദീപ് ജെയിനെതിരെയും ഇപ്പോഴുണ്ടായിരിക്കുന്ന ED നടപടികളും അതിനോടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിലൊന്ന്. ഐപാക്കിൽ ED നടത്തിയ റെയ്ഡ് ബംഗാളിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേരിട്ട് റെയ്ഡ് നടക്കുന്ന സ്ഥലത്തെത്തിയതോടെ ഈ വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഐപാക്കിനെതിരെ ED നടപടി ഉണ്ടാകുമ്പോൾ മമതാ ബാനർജി നേരിട്ട് ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? ഐപാക്കും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്താണ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജനുവരി 8-നാണ് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്കിലുള്ള ഐപാക് ഓഫീസിലും പ്രദീപ് ജെയിനിന്റെ വസതിയിലും ED ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധനയ്ക്കെത്തിയത്. കൽക്കരി കള്ളക്കടത്ത് കേസിലെ പണം ഐപാക് വഴി വെളുപ്പിച്ചു എന്നായിരുന്നു EDയുടെ ആരോപണം. എന്നാൽ റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തിയതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. റെയ്ഡ് നടക്കുന്ന വീട്ടിലേക്ക് ഓടിയെത്തിയ മമത ഐപാക് ഓഫീസിൽ നിന്ന് പാർട്ടി രേഖകൾ അടങ്ങിയ ഫയലുകൾ തിരികെ വാങ്ങിയാണ് പുറത്തിറങ്ങിയത്. നിങ്ങൾ എൻ്റെ പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ വന്നവരാണ് എന്ന് മമത കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരോട് മുഖത്തു നോക്കി പറഞ്ഞു. പിറ്റേന്ന് കൊൽക്കത്ത നഗരം മരവിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധ റാലി തന്നെ തൃണമൂൽ കോൺഗ്രസ് നടത്തി. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗിക്കുന്നുവെന്ന് ഈ റാലിയെ അഭിമുഖീകരിച്ചുകൊണ്ട് മമത പറഞ്ഞു. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നാണ് ഐപാക്കിന്റെ പൂർണ്ണരൂപം. 2014-ൽ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ചായ് പേ ചർച്ചയും മറ്റും ആസൂത്രണം ചെയ്തത് പ്രശാന്ത് കിഷോറിന്റെ ഈ സ്ഥാപനമാണ്. ഐപാക് ഇന്ന് കേവലം ഒരു ഏജൻസിയല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നട്ടെല്ലാണ്. ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും ഓരോ വീടുകളിലും ആര് വോട്ട് ചെയ്യും, ആർക്ക് എന്ത് പ്രശ്നമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ ഇന്ന് അവരുടെ പക്കലുണ്ട്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ തരംഗത്തെ ബംഗാളിൽ തടഞ്ഞു നിർത്തിയത് ഐപാക് തയ്യാറാക്കിയ തന്ത്രങ്ങളായിരുന്നു. മമതയും ഐപാക്കും തമ്മിലുള്ള ബന്ധം വെറും ബിസിനസ് മാത്രമല്ല, മറിച്ച് അത് വലിയൊരു പരസ്പര വിശ്വാസത്തിൻ്റേതു കൂടിയാണ്. മമതയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ചത് ഐപാക്കിന്റെ തന്ത്രങ്ങളാണെന്നാണ് TMC നേതൃത്വം വിശ്വസിക്കുന്നത്. മമതയ്ക്ക് ബംഗാളിന്റെ മകൾ എന്ന ഇമേജും കളി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്നർത്ഥം വരുന്ന ഖേലെ ഹോബെ എന്ന മുദ്രാവാക്യവും ഐപാക്കിന്റെ സൃഷ്ടിയായിരുന്നു. 2019 മുതൽ ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് തുടർച്ചയായി വിജയങ്ങൾ നേടിക്കൊടുത്തതിൽ ഐപാക്കിന്റെ ക്യാമ്പയിനുകൾക്ക് നിർണായക സ്വാധീനമാണുള്ളത്. മമതയുടെ ജനപ്രിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചതും ഐപാക്കിന്റെ ഫീൽഡ് വർക്കർമാരാണ്. അഴിമതിക്കാരായ നേതാക്കളെ മാറ്റി പാർട്ടിയിലേക്ക് പുതിയ മുഖങ്ങളെ കൊണ്ടുവരാൻ മമതയെ സഹായിക്കുന്നതും ഐപാക്കിന്റെ റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഐപാക്കിനെ തൊടുക എന്നാൽ അത് മമതയുടെ രാഷ്ട്രീയത്തിന്റെ അടിവേര് തൊടുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഐപാക്കിനെതിരെ നടപടി ഉണ്ടായപ്പോൾ മമതാ ബാനർജി അവിടേക്ക് ഓടിയെത്തിയതും. ഐപാക്കിനെതിരെ ഉണ്ടായ ED നടപടിയിൽ പ്രതിഷേധിച്ച് ബംഗാളിലും ഡൽഹിയിലും വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. റെയ്ഡ് നടന്നുകൊണ്ടിരിക്കെ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് സംഭവ സ്ഥലത്തേക്ക് എത്തിയത് തന്നെ കൊൽക്കത്തയിൽ വലിയ പ്രതിഷേധമായി മാറി. ഐപാക് തലവൻ പ്രദീപ് ജെയിനിന്റെ വീട്ടിലും പിന്നീട് ഐപാക് ഓഫീസിലും അവർ നേരിട്ടെത്തി. തൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സ്ഥാനാർത്ഥി പട്ടികയും അടങ്ങിയ രേഖകൾ ED മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു മമതയുടെ ആരോപണം. അവിടെ നിന്ന് ഒരു പച്ച ഫയലും ലാപ്ടോപ്പും മമത നേരിട്ട് തിരികെ വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു. ജനുവരി 9-ന് കൊൽക്കത്തയിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രതിഷേധ മാർച്ച് നടന്നു. ജാദവ്പൂർ മുതൽ ഹസ്ര ക്രോസിംഗ് വരെ ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് മമത നടന്ന് പ്രതിഷേധിച്ചത്. BJP നേതാക്കൾക്കും അമിത്ഷാക്കും എതിരായുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും തന്നെ പ്രകോപിപ്പിച്ചാൽ അത് പുറത്തുവിടുമെന്നും മമത ഈ റാലിയിൽ വെച്ച് മുന്നറിയിപ്പ് നൽകി. ഐപാക്കിനെതിരായ ED നടപടിയിൽ ഡൽഹിയിലും പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ മഹുവ മൈത്ര, ഡെറിക് ഒബ്രിയൻ തുടങ്ങി 8 TMC MPമാർ ധർണ നടത്തി. ഇവരെ ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. MPമാരെ പോലീസ് മർദ്ദിച്ചതായും തൃണമൂൽ ആരോപിക്കുന്നു. ED നടപടിക്കെതിരെ കോടതിയിലും തൃണമൂൽ കോൺഗ്രസ് പോരാട്ടം തുടരുകയാണ്. ED പിടിച്ചെടുത്ത രഹസ്യരേഖകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ TMC. അന്വേഷണ ഏജൻസിയെയും കേന്ദ്രസേനയെയും തടഞ്ഞതിന് മമതക്കും പോലീസിനുമെതിരെ EDയും കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർക്കും അവർക്ക് സുരക്ഷ നൽകിയ കേന്ദ്രസേനക്കുമെതിരെ ബംഗാൾ പോലീസും കേസെടുത്തിട്ടുണ്ട്. ഐപാക് ഓഫീസിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്ന പരാതിയിലാണ് ഈ നടപടി. നിലവിൽ ഈ പോരാട്ടം കോടതിയുടെ പരിഗണനയിലാണ്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെതിരെയും EDയും EDയുടെ നടപടിക്കെതിരെ ഐപാക്കും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 2026-ൽ ബംഗാളിൽ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മമതയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഐപാക്കിനെ തളർത്തുക എന്നതാണ് BJPയുടെ ലക്ഷ്യമെന്നാണ് തൃണമൂൽ വിശ്വസിക്കുന്നത്.